ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 31 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 32-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സ്ത്രീകൾ ആരുടെയൊക്കെ മുമ്പിലാണ് പൂർണ്ണമായ ഹിജാബില്ലാതെ നിൽക്കാൻ പറ്റുക, അവർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വ അൻകിഹുൽ അയാമാ മിൻകും. വ അൻകിഹു, വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവായിട്ടോ പറയാം. അത്തിഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ ഇനി ഇതും കൂടെ ചെയ്യണം എന്നർത്ഥത്തിൽ. ഇസ്തിനാഫിയുടെ വാവാകുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞ് പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം കൂടെ പറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അൻകിഹു, നക്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു എന്നാണ്. അൻകഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യിപ്പിച്ചു എന്നാണ്. ഖറജ പുറത്തു വന്നു, അഹ്റജ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയില്ലേ. നസല ഇറങ്ങി, അൻസല ഇറക്കി എന്ന് പറയില്ലേ. അതേപോലെ നക്കഹ വിവാഹം ചെയ്തു, അൻകഹ വിവാഹം ചെയ്യിപ്പിച്ചു. അതിൻ്റെ കൽപ്പനക്രിയ അൻകിഹ്, നീ വിവാഹം ചെയ്യിപ്പിക്ക്. കുറേ പേരോട് പറയുമ്പോൾ അൻകിഹൂ, നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കുവീൻ. വ അൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്യുവീൻ. അത്തിഫിൻ്റെ വാവാണെങ്കിൽ. ഇസ്തിനാഫിയുടെ വാവാണെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വ അൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കുവീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരെ? അൽ അയാമ. അയ്യിമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അയാമ. അയ്യിമ് എന്ന് പറഞ്ഞാൽ കൂടെ ഇണയില്ലാതെ ജീവിക്കുന്ന ആരെയും പറ്റി അങ്ങനെ പറയാം. അത് ഒട്ടും കല്യാണം കഴിക്കാത്തവരാവാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഇണ മരിച്ച, ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ച ആ രൂപത്തിൽ ജീവിക്കുന്നവരാവാം. കൂടെ ഇണയില്ലാത്ത ആരെയും നമുക്ക് അയ്യം എന്ന് പറയാം. അയാമ എന്ന് പറയുമ്പോൾ കൂടെ ഇണയില്ലാത്തവർ. അപ്പോൾ വ അൻകിഹുൽ അയാമ, കൂടെ ഇണയില്ലാതെ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കുവീൻ. മിൻകും, നിങ്ങളിൽ നിന്നുള്ള. അയാമ മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്ക്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇണകളില്ലാതെ ജീവിക്കുന്നവർക്ക്. വ സ്വാലിഹീന, സ്വാലിഹ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സ്വാലിഹൂൻ, സ്വാലിഹീൻ എന്നൊക്കെ. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല ആൾ, സൽവൃത്തൻ. സ്വാലിഹൂൻ, സ്വാലിഹീൻ എന്നൊക്കെ പറയുമ്പോൾ സൽവൃത്തർ, നല്ല ആളുകൾ. മിൻ ഇബാദിക്കും, അബ്ദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇബാദ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, ഇബാദ് അടിമകൾ. അത് അടിമകൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും പുരുഷന്മാരും ഒക്കെ പെടും. പക്ഷേ സ്ത്രീകളെക്കുറിച്ച് വേറെ തന്നെ പറയുകയാണെങ്കിൽ ഇത് പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുക. ഇബാദിക്കും, നിങ്ങളിലെ അടിമകൾ. മിൻ എന്ന് പറയുമ്പോൾ ഇൽ നിന്ന്. മിൻ ഇബാദിക്കും, നിങ്ങളിലെ അടിമകളിൽ നിന്നുള്ള. അപ്പോൾ വ സ്വാലിഹീന മിൻ ഇബാദിക്കും, നിങ്ങളിലെ അടിമകളിൽ നിന്നുള്ള നല്ലവർക്ക്, സൽവൃത്തർക്ക്. വ ഇമായിക്കും, ഇമാ എന്നുള്ളത് അമത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. അമത് എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ. ഇമാ അടിമ സ്ത്രീകൾ. ഇമാ ഉക്കും അല്ലെങ്കിൽ ഇമാ ഇക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അടിമ സ്ത്രീകൾ. വ ഇമാ ഇക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും. അപ്പോൾ ഇവിടെ ഇബാദിക്കും എന്നും ഇമാ ഇക്കും എന്നും വേറെ വേറെ തന്നെ വന്നു. അതുകൊണ്ട് ഇബാദിക്കും എന്നുള്ളതിന് നമുക്ക് അടിമ പുരുഷന്മാർ എന്നും ഇമാ ഇക്കും എന്നുള്ളതിന് അടിമ സ്ത്രീകളെന്നും അർത്ഥം പറയാം. വെറും ഇബാദിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും പെടുന്ന രൂപത്തിലാണ് പറയാം. വ സ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ അടിമ പുരുഷന്മാരിൽ നിന്നുള്ള നല്ലവരായ ആളുകൾക്കും അവർക്കും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുവീൻ. ഇൻ യക്കൂനു, കാന ആണ്, ആകുന്നു. യക്കൂനു ആയിരുന്നു. യക്കൂനൂന അവർ ആയിരുന്നു. ഇൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ, ആയിരുന്നാൽ. ഇൻ എന്ന് വരുമ്പോൾ യക്കൂനൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് പോവും. അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ ഇൻ യക്കൂനു, അവർ ആയിരുന്നാൽ. യക്കൂനൂന അവർ ആയിരുന്നു.
ഇൻ യക്കൂനു അവർ ആയിരുന്നെങ്കിൽ, അവർ ആയിരുന്നാൽ, എന്തായിരുന്നാൽ, ഫുഖറാ, ഫഖീർ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഫുഖറാ. ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, ഫുഖറാ ദരിദ്രർ. അപ്പോൾ അവർ ദരിദ്രർ ആയിരുന്നാൽ, യുഗ്നിഹിമുല്ലാഹു, അഗ്ന, യുഗ്നി, അഗ്ന എന്ന് പറഞ്ഞാൽ ധന്യത നൽകി, ഐശ്വര്യം നൽകി എന്നൊക്കെയാണ്. യുഗ്നി ഐശ്വര്യം നൽകും, ധന്യത നൽകും. യുഗ്നി എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു യാ ഉണ്ട്. അത് നഷ്ടപ്പെടാനുള്ള കാരണവും നമുക്ക് ഗ്രാമറുടെ സമയത്ത് പറയാം, ആ ഇന്ന് വന്നതുകൊണ്ടാണ്. യുഗ്നിഹിം അവർക്ക് ധന്യത നൽകും, അവർക്ക് ഐശ്വര്യം നൽകും. ഹിം ഹും എന്നൊക്കെ പറഞ്ഞാൽ അവർ, അവർക്ക്. യുഗ്നിഹിമുല്ലാഹു അള്ളാഹു അവർക്ക് ധന്യത നൽകും, അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകും. മിൻ ഫദ്ലിഹി, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഫദ്ല് അനുഗ്രഹം അല്ലെങ്കിൽ ശ്രേഷ്ഠത. ഫദ്ലുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അനുഗ്രഹം, അവൻ്റെ ശ്രേഷ്ഠത. മിൻ വരുമ്പോൾ മിൻ ഫദ്ലിഹി എന്നായി മാറും, അവൻ്റെ ശ്രേഷ്ഠതയിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. വല്ലാഹു വാസിയോൻ അലീം, വല്ലാഹു അള്ളാഹു ആകട്ടെ, ആ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വല്ലാഹു അള്ളാഹു ആകട്ടെ, വാസിയോൻ വിശാലൻ. നമ്മൾ പറയാറില്ലേ ചില ആളുകളെക്കുറിച്ച് നല്ല വിശാല മനസ്സുള്ള ആളാണ് അദ്ദേഹം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ വാസിയോ എന്ന് പറഞ്ഞാൽ വിശാലൻ. അലീം, അലിമ അറിഞ്ഞു, ആലിം അറിവുള്ളവൻ, അലീം സൂക്ഷ്മമായി അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം, വ അൻകിഹുൽ അയാമ മിൻകും വ സ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഇണകളില്ലാതെ ജീവിക്കുന്നവർക്കും നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും അടിമ പുരുഷന്മാരിൽ നിന്നും നല്ലവരായ ആളുകൾക്കും നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കുവീൻ, നിക്കാഹ് ചെയ്തു കൊടുക്കുവീൻ, വിവാഹം ചെയ്തു കൊടുക്കുവീൻ. ഇൻ യക്കൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ധന്യത നൽകും, ഐശ്വര്യം നൽകും. വല്ലാഹു വാസിയോൻ അലീം, അള്ളാഹു വളരെയധികം വിശാലനും സർവജ്ഞനുമാകുന്നു, എല്ലാം അറിയുന്നവനുമാകുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഒരു സൂറത്തെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, തുടക്കത്തിൽ തന്നെ ഒരു സാമൂഹ്യ സദാചാര മര്യാദകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യഭിചാരത്തെക്കുറിച്ചും മറ്റുമൊക്കെ. അത് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യഭിചാരത്തെ ഒഴിവാക്കാനുള്ള പല പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അതായത് കല്യാണത്തെ പ്രോത്സാഹിപ്പിക്കുക, വിവാഹത്തിന് പ്രേരിപ്പിക്കുക, വിവാഹം ചെയ്തു കൊടുക്കുക, വിവാഹം ചെയ്യിപ്പിക്കുക. നോക്കൂ, ഇവിടെ തുടക്കത്തിൽ തന്നെ വ അൻകിഹുൽ അയാമ മിൻകും, കല്യാണം ചെയ്യിപ്പിക്കുവീൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിക്കുവീൻ എന്നല്ല, കല്യാണം ചെയ്യിപ്പിക്കും, കല്യാണം ചെയ്ത് കൊടുക്കുവീൻ. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് കല്യാണം ചെയ്യിപ്പിക്കാൻ അവരവർ ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് കല്യാണം ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ കല്യാണം കഴിക്കുക എന്നുള്ളതൊരു പൊതുബാധ്യതയായിട്ട്, അത് ആ മാതാപിതാക്കളുടെ മാത്രമല്ല, ആ സമൂഹത്തിൻ്റെയും കൂടെ ഒരു പൊതുബാധ്യതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കല്യാണം കഴിക്കാനുള്ള കഴിവും പ്രാപ്തിയും പ്രായവും ഒക്കെ എത്തിയിട്ടും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് ഒരു ശരിയായ സമീപനമല്ല. കല്യാണം കഴിക്കണം, കുടുംബജീവിതം നയിക്കണം, അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിപ്പിക്കുവീൻ എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അയാമ എന്ന് പറഞ്ഞു, ഇണകളില്ലാതെ ജീവിക്കുന്നവർക്ക്, മിൻകും നിങ്ങളിൽ നിന്നുള്ള. അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ പൊതുവായിട്ട് എല്ലാവരെയും ഒന്നിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവീൻ എന്ന് പറഞ്ഞാൽ അവർക്കതിനുള്ള പ്രേരണ നൽകണം, അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ അതിനുള്ള സഹായം നൽകണം. ആ തരത്തിലൊക്കെ നിങ്ങൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നത്. കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസം. അപ്പോൾ ആ ഒരു സമൂഹം അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ ആ തരത്തിലൊക്കെ സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്തോ, ഇന്ന് കാര്യമായിട്ടും സാമ്പത്തികമായ പ്രശ്നങ്ങളല്ല, മറിച്ച് ഈ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയിലാണ് മാറ്റം. കല്യാണമൊന്നും ആവശ്യമില്ല, അതൊക്കെ ഒരു ബാധ്യതയാണ്. കുട്ടികളുണ്ടാവുക, അവരെ വളർത്തുക, അവരുടെ ചികിത്സ, അവരുടെ പഠനം, വിദ്യാഭ്യാസം, അതിനൊക്കെ സാമ്പത്തിക ചെലവ്, പിന്നെ ഒരു ബാധ്യതയായിട്ടൊരു കുടുംബത്തിൻ്റെ ചട്ടക്കൂടിൽ ഇങ്ങനെ ജീവിക്കുക, അതൊന്നും ഒരു രസമല്ല.
നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ലൈംഗിക താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിവിങ് ടുഗദർ, കല്യാണമൊന്നും കഴിക്കാതെ ഒന്നിച്ച് വേണ്ടത്ര ജീവിക്കുക, കുറച്ച് കാലം കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക, എപ്പോഴാണോ മടുത്ത് ആ മടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന് മറ്റെന്തെങ്കിലും വേശ്യാവൃത്തിയോ വ്യഭിചാരമോ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുക. ഇനി അതല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ട ആണും ഒരുമിച്ച് ജീവിക്കുക, ഹോമോസെക്ഷുവാലിറ്റി, പെണ്ണും ഒരുമിച്ച് ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളിലേക്ക് പല ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്ക് ഇന്നത്തെ കാലത്ത് സാമ്പത്തികമല്ല പ്രശ്നം, ഇത്തരം ചിന്താഗതികളെയാണ് മാറ്റിയെടുക്കേണ്ടത്. ഇവരോട് ഈ ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് കല്യാണത്തിനുള്ള പ്രാധാന്യവും മറ്റുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക്, കല്യാണത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് സാമ്പത്തികമാണ് വലിയ പ്രശ്നം. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ ഒരു ആയത്തിന് പ്രസക്തിയുണ്ട്. കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അവർക്ക് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്താണ് കല്യാണം കൊണ്ട് കിട്ടാവുന്ന ജീവിത രീതികൾ എന്തൊക്കെയാണ്, അത് കൊണ്ട് കിട്ടുന്ന സമാധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. പക്ഷെ അവിടേക്ക് ഒരുപാട് കാര്യങ്ങൾ കല്യാണം കഴിച്ച ആളുകൾ അതിന് മാതൃകയാവേണ്ടതുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് പുതിയ തലമുറ വളരുന്നത്. പുതിയ തലമുറക്ക് മാതൃകയാവേണ്ടത് മാതാപിതാക്കളാണ്. സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കൾ വളരെയധികം പ്രശ്നങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെക്കാനൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ കല്യാണം കഴിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരികയെന്ന്. അപ്പോൾ മാതൃക കാണിക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് കണ്ടിട്ട് അവർക്ക് തോന്നണം എന്തൊരു സമാധാനമുള്ള ജീവിതമാണ് എൻ്റെ മാതാപിതാക്കൾ നയിക്കുന്നത്, ഇതുപോലെ എനിക്കും ഒരു സമാധാനം കിട്ടുന്ന ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിക്കണം. അതിന് മാതൃക കാണിച്ചു കൊടുക്കണം. ശരി, അപ്പോൾ ഇന്നത്തെ കാലത്ത് വാങ്കിഹുൽ അയാമ എന്ന് പറയുമ്പോൾ ആ അവിവാഹിതരായ ആളുകൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക, അവർക്കതിനുള്ള പ്രേരണ നൽകുക, അവർക്കതിനുള്ള സഹായം വേണമെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും അടിമ പുരുഷന്മാരിൽ നിന്നുമുള്ള നല്ലവരായ ആളുകൾക്കും. അപ്പോൾ ഈ അടിമ പുരുഷന്മാരും അടിമ സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉള്ള ആളുകൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായവും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ആ ഒരു യജമാനൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കൽ. അപ്പോൾ ആർക്കാണോ ആ തരത്തിൽ അടിമകളും അടിമ സ്ത്രീകളൊക്കെ ഉള്ളത് അവർക്ക് കല്യാണത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം, അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. ഇത് ഇന്നത്തെ കാലത്ത് അത്ര പ്രസക്തി ഉള്ള കാര്യമല്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലങ്ങളിൽ ഉള്ള ആളുകൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവരുടെ കീഴിലുള്ള അടിമകൾക്ക് അവർ കല്യാണത്തിനുള്ള അവസരം നൽകണം. ആ തരത്തിൽ നല്ല ആളുകൾ, പല ആളുകളും ഉണ്ടാവും അടിമകളായിട്ടൊക്കെ വരുമ്പോൾ, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മറ്റു പല മതക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൽ സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. എല്ലാ തരത്തിലും അതിനുള്ള ഒരു കല്യാണത്തിനുള്ള പക്വതയും അതിനുള്ള നല്ല മനസ്സും കാര്യങ്ങളൊക്കെയുള്ള ആളുകൾ എന്നുള്ള അർത്ഥമുണ്ട്. ഒരു കല്യാണം കഴിച്ചതിന് ശേഷം നല്ല രൂപത്തിൽ ആ സ്ത്രീയെ നോക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾ എന്നുള്ള അർത്ഥമുണ്ട്. സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുകയും ഒരു സൽവൃത്തനായിക്കൊണ്ട്, അതായത് ഏറ്റവും നല്ല അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന നല്ലൊരു ആളായി ജീവിക്കുന്ന വ്യക്തി എന്നുള്ള ആ രൂപത്തിലൊക്കെ അർത്ഥങ്ങൾ പറയാം. അപ്പോൾ ഏതായാലും ആ കൂട്ടത്തിലെ അത്തരം ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നാണ് അവിടെ ആ ഒരു യജമാനന്മാരോട് പറയുന്നത്. മറ്റ് സ്വതന്ത്രരായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്രത്തോളം വലിയ ബാധ്യത അല്ല സമൂഹത്തിനുള്ളത്. അത് അവർക്കും കൂടെ സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അവിടെ സ്വതന്ത്രരായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ആ തരത്തിൽ ഒരു കാര്യങ്ങൾ നടത്താനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ, അവർക്ക് ആ മഹർ കൊടുക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അടിമകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ആ യജമാനന്മാർ കൂടി സമ്മതിക്കണ്ടേ. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഇപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങളായിരുന്നു കല്യാണത്തിൻ്റെ ഒരു തടസ്സം എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സ്വഹാബി കല്യാണത്തിലുള്ള താല്പര്യം കാണിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും മഹറായിട്ട് കൊടുക്കാനുണ്ടാവുമോ ചോദിച്ചപ്പോൾ അതില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉടുത്ത ഒരു ഉടുതുണിയുടെ പകുതി കീറിയിട്ട് ആ തരത്തിൽ അതൊരു മഹറായിട്ട് കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് വേണ്ട, എന്തെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകൾ മനഃപ്പാടമുണ്ടെങ്കിൽ അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതൊരു മഹറായിട്ട് നിശ്ചയിച്ചു. അത് പഠിപ്പിച്ചു കൊടുക്കൽ ഒരു മഹറായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ അതൊക്കെ അത്രയും ദരിദ്രരായിട്ട് പോലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനമാണ് നൽകിയത്. അതല്ലാതെ ഇത്രയും ദരിദ്രനായ നീ ഒരു കല്യാണം കൂടെ കഴിച്ചാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എന്നല്ല ചോദിച്ചത്. ആ കല്യാണത്തിന് പ്രോത്സാഹനമാണ് നൽകിയത്.
കാരണം കല്യാണം കഴിക്കാതെ ഒരുപാട് ആളുകൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വളരെ ഗുരുതരം. അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കെത്തും, ഒരു സാമൂഹികമായ അരാജകത്വത്തിലേക്കെത്തും. അതേസമയം കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപക്ഷെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ചില്ലറ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ആദ്യത്തേത് വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെ നിസ്സാരമെന്ന് പറയാൻ പറ്റും. ഏതായാലും അങ്ങനെ ആ ഒരു തരത്തിൽ കല്യാണത്തിന് ഒരുപാട് പ്രോത്സാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നിന്ന് അത് ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും കൃത്യമായൊരു ജോലി, നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർഷങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കല്യാണം, പഠനത്തിൻ്റെ കാര്യം പറഞ്ഞ്, ജോലിയുടെ കാര്യം പറഞ്ഞ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നത്. പലപ്പോഴും കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു ജോലി ആവട്ടെ എന്ന് പറഞ്ഞ് എത്രയോ വയസ്സുകൾ കഴിഞ്ഞതിന് ശേഷവും കല്യാണം കഴിക്കാതെ ജീവിക്കുക. അള്ളാഹു പറയുന്നത് കല്യാണത്തിൻ്റെ ആ ഒരു പ്രായവും സമയവും പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന് കല്യാണം കഴിക്കലാണ് ഏറ്റവും ഉത്തമം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവർക്ക് ധന്യത നൽകും. അള്ളാഹു വളരെ വിശാലനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അപ്പോൾ ദരിദ്രർ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് കല്യാണം വെറുതെ നീട്ടിക്കൊണ്ടു പോകരുത് എന്നർത്ഥം. ആ ദരിദ്രർക്ക് അള്ളാഹു ആണ് അന്നം നൽകുന്നവൻ, അള്ളാഹു ആണ് അവർക്ക് ധന്യത നൽകുന്നവൻ. അപ്പോൾ അവർ കല്യാണം കഴിക്കട്ടെ. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവർക്ക് ധന്യത നൽകും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന എല്ലാ ദരിദ്രരെയും അള്ളാഹു ധനികരാക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ധന്യത എന്ന് പറയുമ്പോൾ സാമ്പത്തികമായൊരു ധന്യത മാത്രമല്ല, മാനസികമായ ധന്യതയുണ്ട്. മാനസികമായൊരു പൊരുത്തവും ഒരു സന്തോഷവും വരാനുണ്ട്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോഴാണ് കിട്ടുക. അപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മനസ്സിലേക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. പലപ്പോഴും കല്യാണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ വഴി വിട്ട് ജീവിക്കുമ്പോഴാണ് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ടൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും മനസ്സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും, ഒരു ധന്യത കിട്ടും. അപ്പോൾ അള്ളാഹു അവർക്ക് ധന്യത നൽകും. സാമ്പത്തികമായ ധന്യതയും അതിലുൾപ്പെടാം. എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്നല്ല. അള്ളാഹു വിചാരിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ രൂപത്തിൽ നൽകും. പക്ഷേ ആ കല്യാണം അള്ളാഹു പറഞ്ഞ രൂപത്തിലായിരിക്കണം. പലപ്പോഴും ഇന്ന് കല്യാണങ്ങൾ നടക്കുന്നത് ആ കല്യാണങ്ങൾ പോലും അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന് ഒരിക്കലും നിരക്കാത്ത തരത്തിലുള്ള പേക്കൂത്തുകളായി കല്യാണങ്ങൾ മാറിയിരിക്കുകയാണ്. പണക്കാരൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ 3-4 ദിവസവും ഒരാഴ്ചയും നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളും ആ കല്യാണത്തിൻ്റെ വേദികളിൽ പല പല പേക്കൂത്തുകൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തികെട്ട ഡാൻസുകളും മറ്റുമൊക്കെ ആയിട്ട് അത് കാണാൻ പോകുന്ന ഒരുപാട് ആളുകളും, അങ്ങനെ ആളുകൾ കാണാൻ പോകുന്നത് കൊണ്ടാണ് അത് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കല്യാണത്തിൻ്റെ വേദികളായി മാറി. അത് തികച്ചും അനിസ്ലാമികമാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും കല്യാണം കഴിക്കാനുള്ളൊരു പേടി ഈ പണക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്നത് പോലെ നമ്മളും കാണിച്ചു കൂട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിൻ്റെ രൂപത്തിലൊരു കല്യാണം നടത്താൻ വലിയ ചിലവൊന്നുമില്ല. പക്ഷേ പണക്കാരെന്തൊക്കെയാണോ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുന്നത് അതുപോലെയൊക്കെ നമുക്കും കാണിച്ചു കൂട്ടണം എന്ന് പറയുമ്പോഴാണ് വലിയൊരു ബാധ്യതയായിട്ട് ഇത് വരുന്നത്. ശരിക്കും കല്യാണത്തിന് സഹായം കൊടുക്കേണ്ടത് ആർക്കാ? ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷനാണ് ചിലവ്, സ്ത്രീക്ക് കാര്യമായിട്ട് ചിലവൊന്നുമില്ല. ശരിക്കും ആ കല്യാണം നടക്കുമ്പോൾ ആ സ്ത്രീയുടെ വീട്ടിലെ ചിലവും പുരുഷൻ്റെ വീട്ടിലെ ചിലവുമൊക്കെ ശരിക്കും ആ പുരുഷൻ വഹിക്കേണ്ട രൂപത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി സ്വന്തം വീട്ടിലെ ചിലവ് പോലും സ്ത്രീയുടെ പൈസ കൊണ്ട് നടത്തുന്ന കല്യാണങ്ങളുണ്ട്. ഹറാമായ കല്യാണം ആണ് അതൊക്കെ. അപ്പോൾ കല്യാണം നടത്തുന്ന സമയത്ത് പുരുഷനാണ് ചിലവ്, മഹർ കൊടുക്കണം, വലീമ കൊടുക്കണം. വലീമ പുരുഷനാണ് കൊടുക്കേണ്ടത്, സ്ത്രീയല്ല കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒന്നിച്ചൊരു വേദിയിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ആ കല്യാണ വിരുന്ന്, ആ സദ്യ, ആ ഒരു കല്യാണ വിരുന്നിനുള്ള ചിലവ് മുഴുവൻ വഹിക്കേണ്ടത് പുരുഷനാണ്, മഹർ കൊടുക്കേണ്ടത് പുരുഷനാണ്. അപ്പോൾ സ്ത്രീക്ക് കാര്യമായിട്ട് ചിലവൊന്നും വരുന്നില്ല യഥാർത്ഥ ഇസ്ലാമിക കല്യാണത്തിന്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പുരുഷൻ്റെ വീട്ടിലെ കല്യാണത്തിനുള്ള ചിലവ് പോലും സ്ത്രീ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അള്ളാഹു പറയണം, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് അതെന്നുണ്ടെങ്കിൽ അള്ളാഹു അതിന് ധന്യത നൽകും, ഐശ്വര്യം നൽകും. അത്തരം കുടുംബജീവിതങ്ങൾക്ക് അതിന് പ്രോത്സാഹനം നൽകണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇത്രയധികം വിവാഹത്തിന് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചൊരു കാര്യം കൂടെ ചിന്തിക്കണം. പല സ്ഥലങ്ങളിലും കല്യാണം മുടക്കുന്ന ആളുകളുണ്ട്. എത്ര വലിയ തെറ്റായിരിക്കും അത്! അള്ളാഹു പോലും പരിശുദ്ധ ഖുർആനിൽ
കല്യാണം കഴിപ്പിക്കണമെന്നും കല്യാണത്തിന് ഇത്രയധികം പ്രോത്സാഹനവും പ്രാധാന്യവും നൽകിയ സ്ഥിതിക്ക് കല്യാണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് മുടക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന പല പാവപ്പെട്ട കുട്ടികളുടെയും ഒക്കെ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എത്ര വലിയ തെറ്റായിരിക്കും ചെയ്യുന്നത് എന്നുകൂടെ ഇതോടുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന തജ്വീദ് നോക്കാം, പാരായണ നിയമങ്ങൾ നോക്കാം. വ അൻകിഹു, അവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ വ അൻകിഹു, അൻ എന്ന് പുറത്തേക്ക് കേൾക്കൂല. അൻകിഹു, അൻകിഹു എന്നുള്ളിടത്തൊരു നീട്ടലുണ്ടല്ലോ, ഹു എന്നുള്ള ആ നീട്ടൽ നഷ്ടപ്പെടും, അൻകിഹു എന്നാവും. എന്താണ് കാരണം? ആ നീട്ടലിന് ശേഷം അൽ അയാമ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹംസത്തു വസ്ൽ വന്നു. മദ്ദിന് ശേഷം ഹംസത്തു വസ്ൽ വരുമ്പോൾ അവിടെ അൽ അയാമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസത്തു വസ്ൽ ഉണ്ടല്ലോ. അപ്പോൾ അൻകിഹു എന്ന മദ്ദിന് ശേഷം അൽ അയാമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്തു വസ്ൽ വന്നു. അങ്ങനെ മദ്ദിന് ശേഷം, നീട്ടലിന് ശേഷം ഹംസത്തു വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും, നീട്ടൽ നഷ്ടപ്പെടും. പിന്നെ നീട്ടാതെയാണ് പറയേണ്ടത്. അപ്പോൾ അൻകിഹു എന്നവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അൻകിഹു എന്നാണ് പറയേണ്ടത്. വ അൻകിഹുൽ അയാമ, വ അൻകിഹുൽ അയാമ മിൻകും. ഇവിടെയും നേരത്തെ അൻകിഹു പറഞ്ഞ പോലെ തന്നെ സുക്കൂനിലെ നൂനിന് ശേഷം കാഫ് വന്നു, അല്ലെങ്കിൽ കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ മിൻകും. വ സ്വാലിഹീന മിൻ ഇബാദിക്കും. ഇവിടെ സുക്കൂനിലെ നൂനിന് ശേഷം ഐനാണ് വന്നത്. അവിടെ ഇൽഹാറാണ് നിയമം. 6 അക്ഷരങ്ങളുടെ മുമ്പിൽ സുക്കൂനിലെ നൂനോ തെൻവീനോ വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അത് ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ, ഈ 6 അക്ഷരങ്ങളാണത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ സുക്കൂനിലെ നൂൻ എഴുതുമ്പോൾ ആ നൂനിൻ്റെ പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് കാണുമ്പോഴേ മനസ്സിലാക്കാം അവിടെ ഇൽഹാറാണ് നിയമം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമാണ് നൂനിൻ്റെ പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം കൂടെ കൊടുക്കുക. അപ്പോൾ അവിടെ മിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ ഇബാദിക്കും വ ഇമാഇക്കും. അവിടെ മാ എന്നുള്ളൊരു നീട്ടലുണ്ടല്ലോ, അതിനുശേഷം വന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. ഇ എന്നുള്ളത് ഹംസയാണ്. അപ്പോൾ ഇമാ ഇ എന്ന് പറയുമ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിൽ. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദിന് തൊട്ട് ശേഷം ഹംസ വന്നാൽ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം അവിടെ നീട്ടണം, നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ വ ഇമാഇക്കും, ആ ഇമായിക്കും എന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ജീമ് കാണാം, ചെറിയൊരു ജീമ് മുകളിൽ. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. ഈ യക്കൂനു, അവിടെ സുക്കൂനിലെ നൂനിന് ശേഷം യാ ആണ് വന്നത്. ആ സുക്കൂനിലെ നൂനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. അപ്പോൾ ഇൻ എന്ന് വ്യക്തമായിട്ട് പറയില്ല. ഈ യക്കൂനു, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുകയും ചെയ്യാം. ഈ യക്കൂനു ഫുഖറാ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ മദ് മുത്തസിൽ. കാരണം ഫുഖറാ എന്ന് പറയുന്ന നീട്ടൽ, അതിനുശേഷം അ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. മദ്ദിന് ശേഷം ഹംസ വന്നത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ തൊട്ടടുത്താണ്. അതുകൊണ്ട് നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ. ഫുഖറാ യുഗ്നിഹിമുല്ലാഹു, ശരിക്കും അവിടെ യുഗ്നിഹിം എന്നാണ്. യുഗ്നിഹിമു എന്നാക്കാൻ കാരണം യുഗ്നിഹിം എന്നെഴുതി കഴിഞ്ഞാൽ പിന്നെ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്നൊരു പ്രശ്നം വരും. 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ യുഗ്നിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അള്ളാഹു എന്നുള്ള പദത്തിലെ ആദ്യത്തെ ലാമിനെ പിരിച്ചെഴുതിയാൽ, ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമാണല്ലോ, അതിനെ പിരിച്ചെഴുതിയാൽ സുക്കൂനിലെ ലാമാണ് അവിടെ വരിക. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്ന പ്രശ്നം ഒഴിവാക്കാൻ ആദ്യത്തെ സുക്കൂനെ മാറ്റും. അപ്പോൾ ഈ ഹിം, ഹും എന്നുള്ള രൂപത്തിലൊക്കെ വന്നാൽ അതിനെ ഹിമു, ഹുമു എന്നൊക്കെയാണ് മാറ്റുക. അതാണ് യുഗ്നിഹിമു എന്നാക്കാൻ കാരണം. അപ്പോൾ ആ ഒരു പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടും. അല്ലെങ്കിൽ അവിടെ പാരായണം ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകും, യുഗ്നിഹിം അള്ളാഹു എന്ന് പറയുമ്പോൾ. ഇവിടെ യുഗ്നിഹിമുല്ലാഹു, സുഖമായിട്ട് ആ പാരായണം കിട്ടും. മിൻ ഫദ്ലി, ഫാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ മിൻ ഫദ്ലി, ഫദ്ലിഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഖലി കാണാം മുകളിൽ. അതിൻ്റെ അർത്ഥം പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്തലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിർത്തുമ്പോൾ ഫദ്ലിഹി എന്നുള്ളത് അങ്ങനെയല്ല ഉച്ചരിക്കുക. ഫദ്ലി എന്ന് കഴിഞ്ഞിട്ട് ആ ഹ ഉണ്ടല്ലോ, ഫദ്ലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹ, ആ ഹാന് സുക്കൂനിട്ടിട്ട് ചെറിയതായിട്ട് അത് കേൾക്കുള്ളൂ. ഫദ്ലി, ഫദ്ലി, ആ ഒരു ഹ് എന്നുള്ളതേ കേൾക്കുള്ളൂ. അങ്ങനെ അവിടെ നിർത്തുമ്പോൾ. ഇനി അവിടെ പാരായണം ചേർത്തി ഓതിയാലും തെറ്റൊന്നുമില്ല, പക്ഷേ അതല്ല നല്ലത്, നിർത്തലാണ് നല്ലത്. ഇനി അങ്ങനെ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? മീം ഫദ്ലിഹി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വല്ലാഹു എന്നാണ്. അപ്പോൾ ആ ഹ ഉലമീർ, ഫദ്ലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹ ഉലമീർ ഉണ്ടല്ലോ, ഹി എന്നുള്ളത്, അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അങ്ങനെ ഹർക്കത്തുള്ളത് കൊണ്ട് ഈ ഹി എന്നുള്ളതിനെ ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം.
അപ്പോൾ മിൻ ഫദ്ലിഹി വല്ലാഹു, മിൻ ഫദ്ലിഹി വല്ലാഹു. ആ ഹി എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ ഒരു ഹി കഴിഞ്ഞിട്ട് ചെറിയൊരു യാൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തത്. അത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ് അത് പാലിക്കേണ്ടതുള്ളൂ. വല്ലാഹു വാസിഉൻ, വാസിഉൻ എന്നുള്ളിടത്ത് തൻവീന് അവസാനത്തിൽ, അതിനുശേഷം അലീം അതിൻ്റെ തുടക്കത്തിൽ അയിന്. അപ്പോൾ വാസിഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അലീം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അയിന്. തൻവീന് ശേഷം അയിന് വന്നു. അങ്ങനെ വരുമ്പോൾ ആ തൻവീനെ ഇൽഹാർ ചെയ്യണം. നേരത്തെ സുക്കൂനിലെ നൂനിന് ശേഷം അയിന് വന്നില്ലേ, അതേപോലെ. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യണം. വാസിഉൻ, ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. തൻവീനിൽ ഒരു നൂനിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, വാസിഉൻ ഉൻ എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് കേൾക്കണം. വാസിഉൻ അലീം. അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, 2 മുതൽ 6 വരെ ആവാം. അപ്പോൾ അലീം. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഅൻകിഹു അത് കൽപ്പനക്രിയയാണ്. നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുവീൻ. ആർക്ക് അല്ലെങ്കിൽ ആരെ? അൽ അയാമ ഇണകളില്ലാതെ ജീവിക്കുന്നവരെ, അവർക്ക്. അപ്പോൾ ആ അയാമ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്, ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് അതിന് നെസ്ബാണ് കിട്ടേണ്ടത്. സാധാരണഗതിയിൽ നെസ്ബ് എന്ന് പറഞ്ഞാൽ അതിന് അവസാനത്തിൽ ഫത്ഹയാണ് സാധാരണ സൂചിപ്പിക്കുക, അല്ലാത്ത രൂപങ്ങളുണ്ട്. ഈ അയാമ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു അക്ഷരമുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അതിന് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അവിടെ അവസാനത്തിൽ ഒരു അയാമ എന്ന് പറയുമ്പോൾ ഒരു നീട്ടലാണ്, അത് ശരിക്ക് നെസ്ബ് കൊടുത്തതൊന്നുമല്ല. ഇതിന് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇത് ഏത് സ്ഥാനത്ത് വന്നാലും ഈ അയാമ എന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ശരി. മിൻകും വസ്വാലിഹീന, ഈ അയാമ എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് സ്വാലിഹീന വന്നത്. നിങ്ങളിലെ ഇണകളില്ലാതെ ജീവിക്കുന്നവർക്കും നല്ല ആളുകൾക്കും, വസ്വാലിഹീന നല്ല ആളുകൾക്കും. അപ്പോൾ അയാമ എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ് വസ്വാലിഹീന വന്നത്. അതുകൊണ്ട് ഈ സ്വാലിഹീന എന്നുള്ളതിനെ മഅത്തൂഫ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ആ അയാമ ഏത് രൂപത്തിലാണോ ഉള്ളത് അതേ രൂപത്തിൽ സ്വാലിഹും വേണം, സ്വാലിഹൂന എന്നുള്ളതും വേണം. അപ്പോൾ ഇവിടെ അയാമ എന്നുള്ളത് നെസ്ബ് കിട്ടിയ രൂപത്തിലാണ്. സ്വാലിഹൂൻ എന്നാണ് ശരിക്ക് അതിൻ്റെ അടിസ്ഥാന രൂപം, റഫ് കിട്ടിയ രൂപം. അതിനെ സ്വാലിഹീന എന്നാക്കിയത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് സ്വാലിഹൂന എന്ന് എഴുതാതെ സ്വാലിഹീന എന്നാക്കിയത്? നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് നെസ്ബ് കൊടുക്കേണ്ടി വന്നത്? ഇത് അയാമ എന്നുള്ളതിലേക്ക് ചേർത്തതാണ്. അപ്പോൾ അയാമ എന്നുള്ളതിന് നെസ്ബ് കിട്ടിയതുകൊണ്ട് ഇതിനും നെസ്ബ് കൊടുക്കണം. അതുകൊണ്ടാണ് സ്വാലിഹൂന എഴുതാതെ സ്വാലിഹീന എന്നെഴുതിയത്. ഇനി മിൻ ഇബാദിക്കും വ ഇമായിക്കും, മിന്ന് വന്നു. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ. ഇവിടെ മിന്നിന് ശേഷം 2 ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇബാദിക്കും എന്നും ആ മിന്നിന് ബാധകമാണ്, ഇമായിക്കും എന്നുള്ളതും മിന്നിന് ബാധകമാണ്. അത് വാവിട്ട് അത്തഫിൻ്റെ വാവിട്ട് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇബാദിക്കും എന്നുള്ളതിൻ്റെ മുമ്പിലും മിന്നുണ്ട്, ഇമായിക്കും എന്നുള്ളതിൻ്റെ മുമ്പിലും മിന്നുണ്ട്. അവിടെ ഇമായിക്കും എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള മിന്നിനെ അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ആ ആദ്യത്തെ മിന്ന് 2നും ബാധകമാണ്. അതുകൊണ്ട് മിന്ന് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ജെറ് അത് 2നും കൊടുക്കണം. ഇബാദു എന്ന് പറയില്ല, ഇബാദി എന്ന് പറയും, അത് മിന്നു വന്നതുകൊണ്ടാണ്. ഇമാ ഉ എന്ന് പറയാതെ ഇമാ ഇ എന്ന് പറഞ്ഞു, അതും ഈ മിന്നിൻ്റെ കാരണം കൊണ്ട് വന്നതാണ്. അപ്പോൾ മിൻ ഇബാദിക്കും വ ഇമായിക്കും, ശരിക്കത് മിൻ ഇബാദിക്കും വ മിൻ ഇമായിക്കും എന്നെഴുതിയ പോലെയാണ്. ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ വന്നു. ഇൻ വന്നു കഴിഞ്ഞാൽ അതൊരു നിബന്ധന, ഒരു കണ്ടീഷൻ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ ഇന്ന് വരുമ്പോൾ സാധാരണ 2 മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടുന്നതാണ് പറയാം. അപ്പോൾ ഇവിടെ ഇൻ യക്കൂനു, യക്കൂനൂന എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവസാനത്തെ നൂനെ കളയും, യക്കൂനു എന്നായി ആ ഇന്ന് വന്നതുകൊണ്ട്. അപ്പോൾ ഇൻ യക്കൂനു അവർ ആയിരുന്നെങ്കിൽ, അവർ ആയിരുന്നാൽ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയും. ആയിരുന്നാൽ എന്താണ് കിട്ടുക, അതിൻ്റെ ഒരു ജവാബ് പറയും. ആ ഭാഗത്ത് വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്കും ജസ്മ് കിട്ടും. ഇവിടെ അതിൻ്റെ ജവാബായിട്ട് വരുന്ന എവിടെയാണ്? യുഗ്നിഹിമുല്ലാഹു. അങ്ങനെ ആയാൽ അള്ളാഹു അവർക്ക് ധന്യത നൽകും. അതാണ് അതിൻ്റെ ജവാബ്, അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഫലം. അപ്പോൾ അഗ്ന യുഗ്നി എന്നാണ്. ആ യുഗ്നി എന്നുള്ളതിൻ്റെ അവസാനത്തെ യാഇനെ മാറ്റി, കാരണം അതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുഗ്നി എന്നായി, യുഗ്നിഹിമുല്ലാഹു. അപ്പോൾ ഇൻ വന്നതുകൊണ്ട് യക്കൂനൂന എന്നുള്ളത് യക്കൂനു എന്നായി, യുഗ്നി എന്നുള്ളത് യുഗ്നി എന്നായി. 2 മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടി.
യുഗ്നിഹിമുല്ലാഹു, ആരാണ് ധന്യത നൽകുക? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർത്താവാണ്, അല്ലെങ്കിൽ ഫായിലാണ്. മിൻ ഫദ്ലിഹി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് ഫദ്ലു എന്ന് പറയില്ല, ഫദ്ലി എന്നാ പറയാം. മിന്നില്ലാതെ പറയുമ്പോൾ ഫദ്ലുഹു എന്നാ പറയാം. മിന്ന് വരുമ്പോൾ ഫദ്ലി എന്നാവും. ഫദ്ലി എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ ഹു എന്ന് ചേരൂല, ഹി എന്നാണ് ചേരുക. വല്ലാഹു വാസിയോൻ അലീം, വല്ലാഹു വാസിയോൻ, അള്ളാഹു വാസിയോൻ എന്നുള്ളത് ചെറിയൊരു വാചകമാണ്. അള്ളാഹു എന്നുള്ളതൊരു ഇസ്മ്, വാസിയോൻ എന്നുള്ളത് മറ്റൊരു ഇസ്മ്. അപ്പോൾ ഒന്ന് മുബത്തതാണെന്ന് പറയും തുടക്കത്തിലുള്ളതിനെ, രണ്ടാമത്തേന് ഖബർ എന്ന് പറയും, മുബത്തതും ഖബറും. ഇനി ആ ഒരു വാസ്യോൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്താണ് അലീം എന്നുള്ളത്. അപ്പോൾ അവിടെ വല്ലാഹു വാസ്യോൻ അലീം, അവിടെ ശരിക്ക് സർവജ്ഞനായ വിശാലൻ എന്നാണ് ശരിക്ക് വാസ്യോൻ അലീം എന്നുള്ളതിന് പറയാം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ സർവജ്ഞനും വിശാലനും എന്ന രൂപത്തിൽ, അത്തിഫിൻ്റെ രൂപത്തിലും പറയാം. ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.